നമസ്കാരം. സംസ്ഥാന രാഷ്ട്രീയത്തിൽ ചർച്ചയായ ഭൂമി തട്ടിപ്പ് വിവാദത്തിൽ മുൻ ദേവസ്വം മന്ത്രിയും CPM നേതാവുമായ കടകംപള്ളി സുരേന്ദ്രനെ നേരിട്ട് പ്രതിക്കൂട്ടിലാക്കി ഉണ്ണികൃഷ്ണൻ പോറ്റി. തന്നെ കുരുക്കാൻ കടകംപള്ളി സുരേന്ദ്രൻ ആസൂത്രിതമായി നീക്കം നടത്തിയെന്നാരോപിച്ച് പോറ്റി DGPക്ക് പരാതി നൽകി. ഒരു സ്ത്രീയെ മുൻനിർത്തി തനിക്കെതിരെ വ്യാജ പരാതി ചമച്ചുവെന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പ്രധാന ആരോപണം. കഴക്കൂട്ടം സ്വദേശിയായ പ്രതിഭ എന്ന സ്ത്രീ തനിക്കെതിരെ നൽകിയ ഭൂമി തട്ടിപ്പ് പരാതിക്ക് പിന്നിൽ കടകംപള്ളി സുരേന്ദ്രനാണെന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വെളിപ്പെടുത്തൽ. സാമ്പത്തിക പ്രതിസന്ധിയിലായ പ്രതിഭയെ സഹായിക്കാൻ കടകംപള്ളി തന്നോട് ആവശ്യപ്പെടുകയായിരുന്നുവെന്നും പോറ്റി പറയുന്നു. എന്നാൽ താൻ നിയമപരമായി വിലയ്ക്ക് വാങ്ങിയ ഭൂമി തട്ടിയെടുക്കാൻ ശ്രമിച്ചു എന്ന പേരിൽ പിന്നീട് ഇതേ സ്ത്രീയെ കൊണ്ട് പരാതി നൽകിപ്പിക്കുകയായിരുന്നുവെന്നാണ് പോറ്റിയുടെ ആക്ഷേപം. സന്നിധാനത്തെ ബാങ്ക് നിക്ഷേപം ഉൾപ്പെടെയുള്ള മറ്റു വലിയ വിവാദങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനും തന്നെ രാഷ്ട്രീയമായി ഇല്ലാതാക്കാനുമാണ് ഈ നീക്കമെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി ആരോപിക്കുന്നു. ഭൂമി ഞാൻ പണം നൽകി വാങ്ങിയതാണ്. അതിൻ്റെ എല്ലാ രേഖകളും കൈവശമുണ്ട്. തന്നെ കുറുക്കാൻ ഒരു സ്ത്രീയെ കരുവാക്കുന്നത് ഒരു ജനപ്രതിനിധിക്ക് ചേർന്നതല്ല എന്നും പോറ്റി തുറന്നടിച്ചു. ശബരിമലയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കിടെ കടകംപള്ളിക്കെതിരെ നേരിട്ട് ഒരു പരാതി DGPയുടെ മുന്നിലെത്തിയത് പാർട്ടി കേന്ദ്രങ്ങളെ ഞെട്ടിച്ചിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വെളിപ്പെടുത്തലുകൾ സത്യമാണെങ്കിൽ അത് കടകംപള്ളി സുരേന്ദ്രന്റെ രാഷ്ട്രീയ ഭാവിയെ തന്നെ ബാധിച്ചേക്കാം. സാമ്പത്തിക ഇടപാടുകളിൽ മധ്യസ്ഥത വഹിക്കാനും അത് പിന്നീട് കേസുകളായി മാറാനും ഒരു മുൻ മന്ത്രി ഇടപെട്ടത് ഗുരുതരമായ അഴിമതിയാണെന്നാണ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ ആരോപിക്കുന്നത്. ഈടായി വാങ്ങിയ ഭൂമി പോറ്റി മറിച്ചുവിറ്റെന്നായിരുന്നു ഭൂമി ഇടപാടിലെ പരാതി. ശബരിമല സ്വർണ്ണമോഷണ കേസിലെ SIT തലവനായിരുന്നു ഇരയായ സ്ത്രീ പരാതി നൽകിയത്. പരാതിയെ തുടർന്ന് SIT അന്വേഷണം ആരംഭിച്ചിരുന്നു. തിരുവനന്തപുരം കഴക്കൂട്ടം സ്വദേശിയായിരുന്നു പരാതിക്കാരി. 2020 ഉണ്ണികൃഷ്ണൻ പോറ്റി ഭൂമി തട്ടിപ്പ് നടത്തിയതെന്നാണ് ഇവരുടെ പരാതിയിൽ പറയുന്നത്. സ്കൂൾ ഉടമയായ സ്ത്രീ പോറ്റിയിൽ നിന്ന് 25 ലക്ഷം രൂപ പലിശയ്ക്ക് കടം വാങ്ങിയിരുന്നു. ഈടായി നൽകിയത് 1 കോടി വില വരുന്ന 10 സെന്റ് ഭൂമിയാണ്. പോറ്റിയുടെ അമ്മയുടെ പേരിലായിരുന്നു ഭൂമി എഴുതി നൽകിയത്. 5 ലക്ഷം രൂപ പലിശയായി പോറ്റിക്ക് നൽകുകയും ചെയ്തു. ഭൂമി തിരിച്ചാവശ്യപ്പെട്ടപ്പോൾ പോറ്റി ഭൂമി മറിച്ചു വിറ്റതായി കണ്ടെത്തിയെന്നായിരുന്നു പരാതി. കഴക്കൂട്ടം സ്വദേശിക്കാണ് ഭൂമി മറിച്ചു വിറ്റത്. തട്ടിപ്പിനിരയായ സ്ത്രീ 2024 ജൂലൈ 1 പോലീസിൽ പരാതി നൽകി. പോലീസ് നടത്തിയ ഒത്തുതീർപ്പ് ചർച്ചയിൽ ഭൂമി തിരികെ നൽകാമെന്ന് പോറ്റി ഉറപ്പ് നൽകി. പോറ്റി ഉറപ്പ് ലംഘിച്ചതോടെയാണ് SITക്ക് പരാതി നൽകിയതെന്നുമായിരുന്നു പരാതിക്കാരിയുടെ വിശദീകരണം. കഴിഞ്ഞ മാസം 5 ദ്വാരപാലക കേസിലും കട്ടിളപ്പാളി കേസിലും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം ലഭിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് 90 ദിവസമായിട്ടും കുറ്റപത്രം നൽകാത്ത സാഹചര്യത്തിലായിരുന്നു ജാമ്യം ലഭിച്ചത്. ഒക്ടോബർ 17 ദ്വാരപാലക കേസിൽ അറസ്റ്റിലായ പോറ്റിക്കെതിരെ ഇടക്കാല കുറ്റപത്രം പോലും സമർപ്പിക്കാൻ സാധിക്കാതിരുന്ന സാഹചര്യത്തിലായിരുന്നു ജാമ്യം ലഭിച്ചത്. സ്വാഭാവിക ജാമ്യം പ്രതിയുടെ നിയമപരമായ അവകാശമാണെന്ന് കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇതിന് പിന്നാലെയാണ് പോറ്റിക്ക് ജാമ്യം ലഭിച്ചത്.